ആദിത്യ ധർ സംവിധാനം ചെയ്ത് വിക്കി കൗശൽ നായകനായ 2019 ഉറി എന്ന സിനിമയുടെ വിജയം അതേ രീതിയിലുള്ള ഹൈപ്പർ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് ബോളിവുഡിൽ വഴിവെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ തുടക്കത്തിൽ വിജയം നേടിയെങ്കിലും പോകെ പോകെ ആളുകൾക്ക് ഈ സിനിമകൾ ദേശസ്നേഹത്തെ മുതലെടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലായി ആ സിനിമകളെ റിജക്ട് ചെയ്യാൻ തുടങ്ങി. അക്ഷയ് കുമാർ നായകനായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സ്കൈ ഫോഴ്സിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കും കാര്യമായ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. തെരാ ബാപ്പ് ഹിന്ദുസ്ഥാൻ, ദിസ് മാഡ്നസ് ഇസ് കോൾഡ് പാട്രിയോട്ടിസം ടൈപ്പ് ഡയലോഗുകളും വളരെ മോശം CGIയും ഉണ്ടായിരുന്ന ട്രെയിലർ ഒരു പ്രതീക്ഷയും തന്നിരുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ 6 വർഷങ്ങളായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷം തുപ്പുന്ന ദേശഭക്തി പടങ്ങൾ കാരണമാണെന്ന് തോന്നുന്നു ഈ സിനിമയുടെ രണ്ടാം പകുതിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഒരു പരിധിവരെ സർപ്രൈസ് ചെയ്യും. സ്ഥിരം ടെംപ്ലേറ്റ് കഥയുള്ള ഒരു ബാലയ്യ സിനിമയിൽ ഗ്രാവിറ്റിയെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ നമുക്ക് തോന്നുന്ന ഒരു ഞെട്ടലില്ലേ, അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഞെട്ടൽ. സ്കൈ ഫോഴ്സ് ഒരർത്ഥത്തിൽ അങ്ങനെയാണ്. കഥ നടക്കുന്നത് 1965 മുതൽ 1988 വരെയുള്ള കാലയളവിലാണ്. 1965 വിംഗ് കമാൻഡർ കുമാർ ഓം അഹൂജയും TK വിജയ എന്ന ടാബി ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ ടീമും പാകിസ്ഥാനെതിരെ ഒരു എയർ സ്ട്രൈക്ക് നടത്തുന്നു. അതിനു മുന്നേയായി പാകിസ്ഥാൻ നമ്മുടെ സൈനികരെ വധിച്ചതിന് പ്രതികാര നടപടിയായിട്ടാണ് ആ മിലിറ്ററി ആക്ഷൻ സംഭവിച്ചത്. പാകിസ്ഥാന്റെ മിലിറ്ററി ബേസ് തകർക്കുക എന്ന ലക്ഷ്യം സാധിച്ചെങ്കിലും ഈ മിഷന്റെ ഇടയിൽ ബാക്കപ്പ് പൈലറ്റായിരുന്ന ടാബിയെ ഇന്ത്യൻ സേനയ്ക്ക് നഷ്ടമാകുന്നു. മിസ്സിംഗ് ഇൻ ആക്ഷൻ എന്ന ലേബലിൽ വന്ന ടാബി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നത് ഉറപ്പുവരുത്തേണ്ടത് അവനെ അനിയനെ പോലെ കണ്ട അഹൂജയ്ക്ക് ഒരു അത്യാവശ്യമായിരുന്നു. ടാബിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തത വരുത്താൻ വേണ്ടി അഹൂജ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. സ്ക്വാഡ്രൺ ലീഡർ അജ്ജമട ബൊപ്പയ്യ ദേവയ്യ എന്ന സൈനികന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇതിലെ TK വിജയ എന്ന ടാബിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിലവിലെ ബോളിവുഡിന്റെ നിലവാരം വെച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് സിനിമയുടെ ആദ്യ പകുതി. എന്നെപ്പോലെ തന്നെ പാകിസ്ഥാനെ തെറിവിളിക്കുന്നതാണ് പാട്രിയോട്ടിസം എന്ന മട്ടിലുള്ള ട്രെയിലർ കണ്ട് നിങ്ങൾക്കും മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യ പകുതി കണ്ടിരിക്കാൻ സ്വല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. എഴുത്തുകൊണ്ടും ക്രാഫ്റ്റ് കൊണ്ടും ഒരു തരത്തിലും ഒരു മികവ് കാണിക്കാൻ സിനിമയ്ക്ക് ആ ഭാഗത്ത് സാധിക്കുന്നില്ല. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പ്രായമായതുകൊണ്ടാണോ എന്നറിയില്ല, ആവേശത്തിനൊരു തണുപ്പ് വരുന്നുണ്ട്. അഹൂജ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയി ഒഫീഷ്യൽ പ്രൊസീജിയറുകളിലൂടെ ടാബിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കി അയാൾക്ക് അർഹിച്ച ആദരവ് നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും 2 പട്ടാളക്കാരെ സിനിമ മനുഷ്യന്മാരായി കാണിക്കുന്നുണ്ട്. വളരെ ആനിമേറ്റഡ് ആയ മനുഷ്യത്വം ഇല്ലാത്ത പൊട്ടന്മാരായി മാത്രം പാകിസ്ഥാൻ ആർമിയെ കാണിക്കുന്ന ബോളിവുഡിൽ നിന്ന് ഇങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചു കാണില്ല. സന്ദീപ് കെവ്ലാനിയും അഭിഷേക് അനിൽ കപൂറും ചേർന്ന് സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ സബ്ജക്റ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ അല്പം കൺഫ്യൂസ്ഡ് ആണെന്ന് നമുക്ക് തോന്നും. മാഡോക് ഫിലിംസിന്റെ ഹൊറർ കോമഡി യൂണിവേഴ്സിലുള്ള സിനിമകളുടെ പ്രധാന റൈറ്റർ ആയിട്ടുള്ള നിരേൻ ഭട്ട് ഈ സിനിമയുടെ ഒരു കോ റൈറ്ററാണ്. സിനിമയുടെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് ഈ ഒരു സാധനവും കൊണ്ട് പ്രേക്ഷകരുടെ അടുത്ത് ചെന്നാൽ വർക്കാകില്ല എന്ന് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് മൊത്തം പൊളിച്ചടക്കിയതുപോലെയാണ് സിനിമ കാണുമ്പോൾ തോന്നുന്നത്. എല്ലാം ഉരുട്ടി വായിൽ വെച്ചു കൊടുത്താലേ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാകൂ എന്ന ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ഇവർ ഡയലോഗുകൾ എഴുതുന്നത്. ഓട്ടോറിക്ഷയുടെ പിറകിൽ ഒട്ടിക്കാൻ പറ്റുന്ന സൈസ് ഡയലോഗുകളും കമ്പ്യൂട്ടർ ഗെയിമിന്റെ ഒക്കെ ഒരു ഗ്ലോസിനെസ് ഉള്ള ഗ്രാഫിക്സ് വർക്കുകളും പടത്തിന്റെ റിയൽനെസ് നല്ലതുപോലെ കുറയ്ക്കുന്നുണ്ട്. സിനിമയുടെ ആദ്യ പകുതിയിൽ വരുന്ന എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള സെറ്റ് പീസുകൾ റോസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ലെവൽ ഇമാജിനേഷനാണ്. മലയാളിയായ ജസ്റ്റിൻ വർഗീസ് ഒരുക്കിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചില ഇമോഷണൽ മൊമെന്റുകളെ, പ്രത്യേകിച്ച് ക്ലൈമാക്സിനെ നല്ല രീതിയിൽ ലാൻഡ് ചെയ്യാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. ഏതാണ്ട് 20 കൊല്ലത്തിന് മുകളിലുള്ള ഒരു കഥാപാത്രത്തിന്റെ യാത്ര കാണിക്കുന്നതുകൊണ്ട് അക്ഷയ് കുമാറിന്റെ ഏജ് ബ്രാക്കറ്റ് ഈ ഒരു കഥാപാത്രത്തിന് ചേർന്നതാണ്. പെർഫോമൻസ് കണ്ടാൽ ടെലിപ്രോംപ്റ്റർ നോക്കി വായിക്കുകയാണെന്ന് തോന്നില്ല. പിന്നെ അക്ഷയ് കുമാർ ആയതുകൊണ്ട് സ്വാഭാവികമായും കുറച്ച് ആക്രോബാറ്റിക്സ് ഷോ ഉണ്ടാകും. വിരാട് കോഹ്ലിയുടെ ബയോപിക് ആരെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി കാസ്റ്റ് ചെയ്യാവുന്ന ആക്ടറാണ് നവാഗതനായ വീർ പഹരിയ. ദേഷ്യം പിടിച്ച പോലത്തെ ഭാവമുള്ള കഥാപാത്രത്തിന് കൊടുത്ത ഡയലോഗുകളിൽ ഒരു ഊർജ്ജം കൊണ്ടുവരാൻ പഹരിയയ്ക്ക് പക്ഷേ സാധിക്കുന്നില്ല. അക്ഷയ് കുമാറിന്റെ പേരായി വന്നിട്ടുള്ള നിമ്രത് കൗറിന് പടം തുടങ്ങുമ്പോൾ സ്പെഷ്യൽ അപ്പിയറൻസ് എന്ന ടാഗിലാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ടാബിയുടെ ഭാര്യയുടെ കഥാപാത്രത്തെ ചെയ്ത സാറ അലി ഖാനേക്കാൾ കൂടുതൽ സ്ക്രീൻ ടൈം സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്ത നിമ്രത്തിനാണുള്ളത്. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള സ്ത്രീ രാത്രി മിലിറ്ററിയുടെ പാർട്ടിക്ക് പോയാലും തലയിൽ മുല്ലപ്പൂവും വെച്ചാണ് പോവുക എന്ന ബോളിവുഡ് സ്റ്റീരിയോ ടൈപ്പിന് കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ശാലിനി ഉണ്ണികൃഷ്ണൻ ഉണ്ടാക്കി വെച്ച ഓരോ പൊല്ലാപ്പുകൾ. സ്കൈ ഫോഴ്സ് ഒരു ഗംഭീര സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ദേശസ്നേഹം വാരി വിതറി ആളുകളുടെ കയ്യടി വാങ്ങാൻ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്ന ഇഷ്ടംപോലെ പാളിച്ചകളുള്ള ഒരു സിനിമ തന്നെയാണ് സ്കൈ ഫോഴ്സ്. പക്ഷേ നിലവിലെ ബോളിവുഡിന്റെ അവസ്ഥ നോക്കുമ്പോൾ അവർ തിരുത്തേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ വിദ്വേഷം വിളമ്പുന്ന രാജ്യസ്നേഹം പടങ്ങളുടെ ട്രീറ്റ്മെന്റ്. സിനിമയുടെ രണ്ടാം പകുതിയിലും തേർഡ് ആക്ടിലും നമ്മൾ ഊഹിച്ച പാകിസ്ഥാൻ കുറ്റപ്പെടുത്തൽ പരിപാടിയിൽ നിന്നും മാറി ചിന്തിക്കാൻ ഈ സിനിമയുടെ എഴുത്തുകാർക്ക് തോന്നിയത് ബോളിവുഡ് സ്വയം തിരുത്താൻ തുടങ്ങിയതിന്റെ ഒരു ബേബി സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ കരുതാം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ലൈക്ക് ചെയ്യുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്